കാലമൊക്കെ കടന്നുപോയി. കാര്യങ്ങൾ പറയുന്നവർ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ സംസാരിക്കുന്ന കാലമായി. ഇനി ആത്മവിശ്വാസത്തോടെ ഉറക്കെ നല്ല സൗമ്യമായി എന്നാൽ ശക്തമായി ആശയങ്ങൾ പറയാൻ മനുഷ്യർ മുന്നോട്ടെത്തുന്ന കാലമാണ്. അവിടെ ആണിനും പെണ്ണിനും പ്രത്യേകിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ മുഖ്യധാരയിൽ നിന്ന് ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ മതമൊരു തടസ്സവും വെച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മാമൂലുകൾ പിടിക്കുന്നെങ്കിൽ അവർ മാമലകൾക്കപ്പുറത്ത് മനുഷ്യനായി കാണാത്തൊരു ലോകത്ത് ജീവിക്കേണ്ടവരാണ്. അവർ പറയുന്നത് മതവുമല്ല. ഫെമിനിസ്റ്റുകളെന്നും മോഡേണിസ്റ്റുകളെന്നും ഒക്കെ എവിടെങ്കിലും ഇരുന്ന് പുലഭ്യം പറഞ്ഞ് കുറേ പേരെ കുലുക്കി ചിരിപ്പിക്കാമെന്നല്ലാതെ ഇതുപോലെ ഒന്ന് നിവർന്നു നിന്ന് അവതരിപ്പിക്കാൻ പറ്റില്ല. അവളുടെ പേര് ഫാത്തിമ നർഗീസ് ഷിഹാബ്. പാണക്കാട് കുടുംബത്തിൽ നിന്ന് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്ന മനുഷ്യൻ്റെ മകളായി പിറന്നവൾ, കാമ്പുള്ളവൾ, കരുത്തുള്ളവൾ, കാര്യങ്ങളെ കാര്യപ്രാപ്തിയോടെ ഇങ്ങനെ അവതരിപ്പിക്കുന്നവൾ. When Allah has said the best of mankind are those who have piety, regardless of your color, your shape, or your race. For God, He does not look at your face, nor does He look at your race. Rather, He looks towards your heart and checks your faith. So it doesn't really matter what people think who you are, when you could be the greatest woman in the eyes of Allah. Thank you. لسانا ذاكرا وقلبا شاكرا يا خالقي. വെറും സെക്കൻഡുകൾ കൊണ്ട് കൃത്യമായ ഒരാശയം 4-5 മണിക്കൂർ വ്യാഖ്യാനിച്ചും നീട്ടിയും പാടിയും കുറുക്കിയും ഒക്കെ പറയുന്ന വാചകങ്ങൾ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഉറക്കെ അവൾ പറഞ്ഞതാണ്. എന്താണ്? പടച്ചതമ്പുരാൻ നിങ്ങളെ നിറത്തിൻ്റെ പേരിലോ വർണ്ണത്തിൻ്റെ പേരിലോ മറ്റെന്തിൻ്റെയെങ്കിലും പേരിലോ നിങ്ങളുടെ മുഖകാന്തിയുടെ പേരിലോ ഒന്നും സവിശേഷമായി കാണുന്നില്ല. നിങ്ങളുടെ ഭക്തിയാണ് നിങ്ങളെ വേർതിരിക്കുന്നത്. ആ ഭക്തിയുടെ അളവാണ് ഏറ്റവും പ്രധാനം. പടച്ചതമ്പുരാൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, നിങ്ങളുടെ മുഖത്തേക്കല്ല. നിങ്ങളുടെ ഗ്രേറ്റ്നെസ് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിലാണ്, നിങ്ങളുടെ കർമ്മത്തിലാണ്, നിങ്ങളുടെ പ്രവൃത്തിയിലാണ്, മറ്റൊരു പാരമ്പര്യ ഗുണങ്ങളിലും അത്തരം കാര്യങ്ങളിലുമല്ല എന്ന് ഉറക്കെ പറഞ്ഞ ആ മകളുടെ പേരാണ് ഫാത്തിമ നർഗീസ് ഷിഹാബ്. അതെ, ഈ കാലഘട്ടത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിൽ, ആ നിലപാടുകളിൽ ഉറച്ചു നിന്ന് സംസാരിക്കുന്നവരിൽ ഇതുപോലെയുള്ള മക്കൾ വളർന്നു വരേണ്ടതുണ്ട്. അവരാണ് നാളത്തെ കാലത്തിൻ്റെ കർമ്മസാക്ഷികൾ. അവരാണ് കരുത്തോടെ കാര്യങ്ങൾ ഉറക്കെ പറയേണ്ടവർ. അവരാണ് അർത്ഥശൂന്യമായ കെട്ടുകഥകളെ, ആഖ്യാനങ്ങളെ ഒക്കെ പ്രതിരോധിക്കേണ്ടവർ. എന്നിട്ട് മതം മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യവും അറിവും അത് ഭംഗിയോടെ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കരുത്തും കാമ്പും നൽകിയ ഉടയതമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് കരുത്തോടെ വീണ്ടും തളരാതെ സംസാരിക്കേണ്ടത്. എറിയുന്ന കല്ലുകൾ കൊണ്ട് മനോഹരമായ മണിമാളിക പണിയേണ്ടവർ. ഹൃദയത്തിനുള്ളിൽ വിശ്വാസവും മൂല്യങ്ങളും സൂക്ഷിക്കേണ്ടവൾ. അഭിനന്ദനങ്ങൾ മോളെ, അഭിനന്ദനങ്ങൾ. കരുത്തോടെ വളരുക, കർമ്മസാക്ഷിയായി നിലകൊള്ളുക.